ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐറിഷ് ലഞ്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആനുവൽ ലീവ് ആണ് കേട്ടോ. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം അക്കുവിന് ഐറിഷ് ലഞ്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണിത്, എനിക്കും ഇഷ്ടമാണ്. അപ്പം ഞാനും ചേട്ടായും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേട്ടായി അപ്പോൾ വീട്ടിലുണ്ടാവില്ലല്ലോ, ചേട്ടാ ഡ്യൂട്ടിയിലായിരിക്കും. അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന നോൺ വെജ് എന്താണോ അത് ചേട്ടായി ട്രൈ ചെയ്യാറുണ്ട്. വൈകുന്നേരം ഞങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട്. നമ്മൾ ചോറിന് കറികൾ കഴിക്കുന്നത് പോലെ ഇവർ ചോറിന് പകരം എടുക്കുന്നത് മാഷ്ഡ് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചത്. അതിൻ്റെ കൂടെ ഏതെങ്കിലും മിക്സഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാവും, ഏതെങ്കിലും നോൺ വെജ് ഉണ്ടാവും, പിന്നെ ഒരു ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ അയർലൻഡിൽ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റാഫിന് അവർ ഫുഡ് തരും കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്ക് സ്പൂണും ഫോർക്കൊന്നും വെച്ച് കഴിക്കാൻ അറിയത്തില്ല. ഞാനപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തോണ്ടി അങ്ങോട്ട് എറിഞ്ഞ് അപ്പുറത്തിരിക്കുന്നത് അതൊരു മലയാളിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളിയുടെ അടുത്ത് പോയി വീണു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം അറിഞ്ഞുടങ്ങി എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാനതിരുന്ന് പഠിക്കും കേട്ടോ. അങ്ങനെ സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ വീഡിയോസൊക്കെ നോക്കി, എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. അന്ന് ആദ്യമായിട്ട് ആ ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ഫുഡിന് കണക്ക് എരിവോ പുളിയോ അങ്ങനെയുള്ള ഒരു ടേസ്റ്റും ഇല്ല. എരിവൊക്കെ ഭയങ്കര കുറവാണ്. ഇവർ സ്പൈസസ് അങ്ങനെ കഴിക്കാറില്ല. നമ്മുടെ ചെറിയ സ്പൈസ് അവർ കഴിച്ചാൽ തന്നെ അവരെ മൂക്കൊലിക്കും, കണ്ണ് നിറയും. കഴിച്ചപ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ പിന്നെ ഞാൻ കഴിച്ച് നമ്മൾ അഡാപ്റ്റ് ആയി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിലൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫുഡിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുന്നതിന്റെ മെയിൻ കാര്യം അതൊന്നും അല്ല കേട്ടോ, ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് വരും, ആദ്യമേ അങ്ങ് വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയല്ല ചെയ്യുന്നത്, ഏതെങ്കിലും ഫാമിലീസിന്റെ കൂടെ നമ്മൾ ഷെയറിങ്ങിന് നിൽക്കുകയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒപ്പം വന്ന പുള്ളിക്കാർ നിന്നത് ഒരു ഐറിഷ് ഫാമിലിയുടെ കൂടെയായിരുന്നു. അവർ ഞങ്ങളുടെ കൊളീഗ് തന്നെ, ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അവർ എന്നോട് ചോദിക്കുകയും ഈ 15 മിനിറ്റത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് 4 മണിക്കൂർ കിച്ചണിൽ സ്പെൻഡ് ചെയ്തത് നമ്മൾ ചോദിക്കുന്നത്. പറഞ്ഞ സത്യമല്ലേ, നമ്മുടെ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അവേഴ്സ് മസാലയിട്ട് ഇളക്കി മെഴുക്കി അങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ ഇവരുടെ ഫുഡ് എന്ന് വെച്ചാൽ എല്ലാം അവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഫുഡ് അവരുടേത്. എന്താ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോയി TV കാണാം, നമുക്ക് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ആ സമയം കൊണ്ട് അവനിലിരുന്ന് അത് 1 hour ആണോ 1.5 hours ആണോ അതവിടെ സെറ്റായിട്ടിരിക്കും. വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് കഴിച്ചാൽ മാത്രം മതി. അതാണ് ഇവരുടെ ഫുഡ്. എനിക്ക് അതുകൊണ്ട് എളുപ്പമായതുകൊണ്ട് പിന്നെ അക്കു കഴിക്കുകയും ചെയ്യും. അക്കുന് ഭയങ്കര ഇഷ്ടം. അക്കു എന്നോട് ചോദിക്കും, മമ്മി നമുക്ക് എന്നും ഐറിഷ് ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കും. അപ്പം എന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഞാനും ഒക്കും കൂടെ അതുണ്ടാക്കി കഴിക്കും. ഇത് കുറച്ച് നോൺ വെജ് എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ രാത്രി ചേട്ടായി വരുമ്പോൾ ട്രൈ ചെയ്യും. ചേട്ടായി ചോറേ കഴിക്കുള്ളൂ കേട്ടോ. ചേട്ടായി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ചേട്ടായി എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കും. ഒരു കാര്യം പറയട്ടെ, ചേട്ടായി മലേഷ്യയിൽ പോയപ്പോൾ പാമ്പിനെ വരെ കഴിച്ചിട്ടുണ്ടെന്ന്. ചേട്ടായി പണ്ട് നേവിയിലായിരുന്നു. അപ്പോൾ ക്രൂസ് പോകുമല്ലോ ഷിപ്പിൽ നിന്ന്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ട്രൈ ചെയ്യും. ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പുള്ളി അത് കണ്ടുപിടിക്കുകയും ചെയ്യും. എനിക്കും ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ബോംബെയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ, ഓഫൊക്കെ കിട്ടുന്ന സമയത്തും ഒക്കെ എല്ലാ ഫുഡും എനിക്കിങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് എനിക്ക് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഞാനും മുല്ലപ്പൂമ്പൊടി ഏറ്റുകളൊക്കെ കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്നാണല്ലോ. ഇപ്പം ഞാനങ്ങനെ ഉണ്ടാക്കി എനിക്കിഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമായി. ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ജാപ്പനീസ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കും കേട്ടോ. അങ്ങനെ എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, കഴിച്ച് നോക്കുന്നതാണ്. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇന്ത്യൻ ഫുഡ് നമുക്ക് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഏത് ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനുള്ള ചിലപ്പോൾ പൊടികളൊക്കെ നമ്മുടെ നാട്ടിൽ പലതരം റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാ രാജ്യത്തെയും ഫുഡ് കഴിയാൻ പറ്റുന്ന ടൈപ്പ് എല്ലാ റെസ്റ്റോറൻറ്റ്സും നമുക്കിപ്പോൾ നാട്ടിൽ അവൈലബിൾ. അപ്പം ഉറപ്പായിട്ടും ഇതിൻ്റെ മസാലകളും ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ലുലുമോളൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തും കിട്ടും. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ പൊടികളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി. ഞങ്ങൾ വലിയ മസാലകളൊന്നും ചേർത്തിട്ടുള്ള ഒന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിവേ നിങ്ങൾ വാ, നമുക്ക് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കാസറോളാണ്. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനൊരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ഫ്രോസൺ ഇരുന്നതിനകത്തുനിന്ന് കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രോസണായിട്ട് വെജിറ്റബിൾസ് കിട്ടും കേട്ടോ. അതിനകത്ത് കുറച്ച് ക്യാരറ്റും പീസും കോണും ഉള്ള അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷേ സാധാരണ ഇവർ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലുള്ള അത് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി സവാള ഒന്ന് വഴറ്റണം. ഭയങ്കരമായിട്ടൊന്നും വഴണ്ട. ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനകത്തിട്ട് ഓൾ പർപ്പസ് സീസണിങ് അല്ലെങ്കിൽ ചിക്കൻ സീസണിങ് ഇട്ടാലും മതി. പിന്നെ ഇവർ ഒരു ഓൾ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടൊരു പൊടി കിട്ടും, അത് ഇവർ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പെപ്പർ,
കുരുമുളക് പൊടി അതും ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്. ഈ ഓൾ പർപ്പസ് സീസണിങ്ങിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ആഡഡ് ആണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ വെജിറ്റബിളില്ലേ അത് തുറന്ന് അതിനകത്തോട്ട് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് ഒരു 20 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. കാരണം അത് കഴിഞ്ഞാൽ നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബേക്കിംഗ് ട്രേക്കകത്തോട്ട് പകർത്തണം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തേക്കുന്ന അവനകത്തോട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിന്ന് 1.5 hours വെച്ചു. അപ്പോഴേക്ക് വെജിറ്റബിൾസൊക്കെ ഒരുപാട് കുക്ക്ഡായി. കാരണം സേക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 1 hour വെച്ചാൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ 170 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് 1 hour ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മാഷ്ഡ് പൊട്ടറ്റോ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ചുമന്ന തൊലിയുള്ള പൊട്ടറ്റോ ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈറ്റ് പൊട്ടറ്റോ ആയാലും മതി. അതരിഞ്ഞ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പൊന്നും ഇടണ്ട, ഒരു പാൻ വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നമുക്ക് കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ വെന്തോന്ന് അറിയാമല്ലോ. വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് ഉടച്ചെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിട്ട് ഒന്ന് ചെയ്തതിന് ശേഷം നല്ലൊരു സോഫ്റ്റ് കൺസിസ്റ്റൻസി ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി നമ്മുടെ പാസ്ചറൈസ്ഡ് മിൽക്കില്ലേ ബോട്ടിൽ കിട്ടുന്ന അത് കുറച്ചിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. പിന്നെ നമുക്കതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രേവി ഗ്രാനുൾസ് അതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ആവും. അപ്പോൾ ഞാൻ ഇതേ കണക്കത്തെ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ട് ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അതിങ്ങനെ ഇളക്കി എടുത്തത്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനായിട്ടുണ്ട്. ആ ചിക്കൻ പാത്രത്തിലോട്ട് നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോയുടെ കൂടെ വിളമ്പിയെടുത്ത് ഈ ഗ്രേവി ഒഴിക്കണം. ഗ്രേവി ഇരിക്കും തോറും തിക്കാവും കേട്ടോ. പിന്നെ ദേ ഞാനും ഒക്കവും കൂടി ഇരുന്ന് കഴിച്ചു. സേക്ക് ഹൈ ചെയർ എടുത്ത് ഇട്ടിട്ട് അവളെ വെറുതെ ഒന്ന് ഇരുത്തിയേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ അവൾ ഞങ്ങളെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സേക്കുള്ള ഫുഡ് എടുത്തു. അതായത് അവൾക്ക് ബ്ലെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. മിക്സിയിലോട്ട് ഞാൻ ആ ഇരുന്ന പൊട്ടറ്റോയുടെ കുറച്ച് പൊട്ടറ്റോ എടുത്തു, കുറച്ച് ചോറിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് അതിനകത്തുനിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു. ഈ വെജിറ്റബിൾസൊക്കെ ഭയങ്കര ടേസ്റ്റ് ആകും കേട്ടോ. ആ ചിക്കൻ വെന്ത വെള്ളമൊക്കെ ഇറങ്ങി അതിനകത്ത് മുങ്ങിയിരിക്കുന്ന വെജിറ്റബിൾ അല്ലേ, അതൊക്കെ നല്ല ഹെൽത്തിയുമാണ്. വെജിറ്റബിളും ഒരു പീസ് ചിക്കനും കൂടെ എടുത്ത് ഞാൻ ഇളക്കിയിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സേക്ക് ഞാൻ ഫുഡ് കഴിപ്പിച്ചു കേട്ടോ. TV വെച്ച് കൊടുത്തിട്ട് ഇതേ അവൾക്ക് കാണേണ്ട ചാനൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അവൾ മാറ്റാൻ പറയും, എന്നാലേ അവൾ വാതുറന്ന് കഴിക്കുള്ളൂ. അത് ഫുൾ അവൾ കഴിച്ചു, സമാധാനമായി. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്നെ എൻകറേജ് ചെയ്യും പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളവർക്ക്. എൻ്റെ ഈ ചാനൽ ഞാനൊരു 26 പേരായപ്പോഴത്തേന് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേന് ഞാൻ അന്നൊരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അപ്പോൾ സെയിം ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 70 ആയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചൊരു ചെറിയ സംഖ്യയല്ല. എനിക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലി അടുത്തും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ചാനൽ തുടങ്ങുവാന്ന്. വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയാം നമ്മളോട് ഇടപഴകുന്നവർ ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് നമുക്കറിയാലോ. എൻ്റെ ഒരു ടേസ്റ്റ് അല്ല, എൻ്റെ ഫാമിലിയിലും ഈവൻ എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. ഞാനൊരു മോളാണ് വീട്ടിൽ, യങ്ങസ്റ്റ് ആണ് ഞാൻ. വീട്ടിലുള്ളവരും റിലേറ്റീവ്സും അങ്ങനെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും എല്ലാവരും എടുത്താലും എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റാണ്. എൻ്റെ ടേസ്റ്റും എൻ്റെ ഹാബിറ്റ്സും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ചിലപ്പോൾ നോർമൽ ഒരാളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ് എനിക്ക് ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ അയൽക്കാരും ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവരോടൊത്തൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ചാനൽ തുടങ്ങുവാന്ന്. അപ്പം എന്നെ കണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതെനിക്ക് മതി എന്നുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. 1 നിന്ന് തുടങ്ങി ഇപ്പോൾ അത് 70 വരെ എത്തി. അതെനിക്ക് സന്തോഷം. ഇഷ്ടപ്പെട്ട ആളിൽ വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഐറിഷ് ഡിന്നർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വേറെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ചോറും കറികളും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. നമുക്ക് ഇങ്ങനെ വേറെ ടൈപ്പ് ഫുഡൊക്കെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ കാസറോൾ എന്നാണ്. ചിക്കൻ കാസറോളും മാഷ്ഡ് പൊട്ടറ്റോയും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ പിള്ളേർക്കും ഒക്കെ നമ്മൾ നാളെ ഒരു സമയത്ത് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ട്രാവൽ ചെയ്യുമല്ലേ, ലോകം മുഴുവൻ കണ്ടിരിക്കാനൊക്കെ ആഗ്രഹത്തോടെ. ആ സമയത്തൊക്കെ നമുക്ക് വേറെ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യും. പ്രത്യേകിച്ചൊരു മടുപ്പ് തോന്നത്തില്ല. നമ്മൾ അന്യരാജ്യത്ത് പോകുമ്പോൾ നമുക്ക് എങ്ങനെയും നമ്മൾ സർവൈവ് ചെയ്യേണ്ടവരല്ലേ. നമ്മുടെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാവോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത് ഇനി ഒരു 10-15 കൊല്ലവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലുള്ള അത്രയും പേർക്ക് കഴിക്കാനുള്ള ഫുഡ്
ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഒരു സമയമാകുമ്പോഴേക്ക് പാറ്റയും പുഴുവും ഒക്കെ നമ്മൾ നിന്ന് ശീലിക്കണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത്. സത്യമല്ലേ? അപ്പം ഈ പുഴുക്കളൊക്കെ തിന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഫിലിംസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? സത്യമാണ്, അവരതൊക്കെ കഴിക്കുന്നുണ്ട്. ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തിന്നുന്ന പുഴുക്കളല്ലേ. എന്തായാലും അവരിനകത്ത് A to Z വരെയുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പൊ പിന്നെ അതിനെ നമുക്ക് കറി വെച്ച് കഴിക്കാമല്ലോ അല്ലേ? ആടുജീവിതം എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ വേറെ പല ഫിലിംസും ഉണ്ട് കേട്ടോ. നമ്മൾക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ പെട്ടുപോയതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം. വെളിയിൽ ഇറങ്ങാൻ പറ്റാണ്ട് നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ തന്നെ നമ്മൾ എത്രയോ നാൾ വരെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന വേറൊരു രാജ്യത്താണ്, അല്ലെങ്കിൽ വേറെ ഏതൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഇത് കണക്ക് ആടുജീവിതത്തിലെ ആളുകളെ പോലെ പെട്ടുപോയ ചില ആളുകളുണ്ട്. അവർ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം വരെ നിൽക്കാൻ വേണ്ടി അവർക്ക് വെള്ളവും ഫുഡും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് സ്വന്തം യൂറിൻ വരെ കുടിച്ചിട്ട് സർവൈവ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ സ്റ്റോറി ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് ടൈം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഫിലിംസും അങ്ങനത്തെ ബുക്സൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു അറിവാണ്. അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് അങ്ങനത്തെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ്, നമ്മുടെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേറൊരു രാജ്യത്തായിരിക്കും നമ്മൾ പെട്ടുപോകുന്നത്. ആ സമയത്ത് നമുക്കിതൊക്കെ കഴിക്കുമ്പം എന്ന് നമ്മൾ വെക്കാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ഫുഡ് തന്നെ അന്വേഷിക്കാൻ നിൽക്കാണ്ട് ഇതുപോലുള്ള ഫുഡുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് കഴിക്കുക. പിന്നെ വെളിയിൽ റെസ്റ്റോറൻറ്റൊക്കെ, നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് കൺട്രീസിലെ ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയി ആ ഫുഡൊക്കെ ഒന്ന് കഴിച്ചൊന്ന് നമ്മുടെ നാവിനെയും നമ്മുടെ വയറിനെയും ഒക്കെ ഒന്ന് പരിചിതമാക്കുക. ഉറപ്പായിട്ടും വയറിന് ഒരു ഫോൾട്ടും വരത്തില്ല വേറെ ഇവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. കാരണം അതിനകത്ത് ഒരുപാട് സ്പൈസസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ശീലിച്ചിട്ട് നമ്മൾ നാട്ടിൽ വന്ന് 10 ദിവസം നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിയുമ്പം ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഭയങ്കര സ്റ്റൊമക് ക്രാമ്പ് വരാറുണ്ട് കേട്ടോ. എനിക്ക് പോലും അത് വരും കേട്ടോ. ഇവിടെ ഒന്ന് ഈ സ്പൈസസ് അല്ലാത്ത ഫുഡൊക്കെ നമ്മൾ കഴിച്ച് ശീലിച്ച്, ഈവൻ നമ്മൾ വീട്ടിൽ വെക്കുന്ന ഫുഡിൽ പോലും നമ്മൾ ഗ്രാജുവലി നമ്മൾ ആ എരിവൊക്കെ കുറച്ചു കൊണ്ടുവരും. അത് ഞാൻ ജാടയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വന്ന് നിൽക്കുന്ന മലയാളീസിൻ്റെ അടുത്തും ഇന്ത്യൻസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ മതി, അവർ നല്ലതായിട്ട് സ്പൈസസ് ഒക്കെ കുറച്ചിട്ടുണ്ടാവുമായിരിക്കും. നാട്ടിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആ സ്പൈസസ് ഒന്നും ഇവിടെ വന്ന് കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വയറും നമ്മുടെ നാവും ഒക്കെ അതിലോട്ട് നമ്മൾ അഡാപ്റ്റ് ആവും ഇയർ ബൈ ഇയർ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്പൈസസ് ഒന്നും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. നാട്ടിൽ പോകുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സ്പൈസസൊക്കെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല കൊഞ്ച്, എൻ്റെ അമ്മ ചെമ്മീനൊക്കെ നല്ല റോസ്റ്റ് ചെയ്ത് അമ്മ തരും. എന്ത് എരിവാണെന്നറിയോ? എരിവുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൂടത്തോളം എന്ന് അമ്മ പറയുന്നത്. നല്ല എരിവാണ്. ഇപ്പം എനിക്കതൊന്നും ഓർക്കാൻ പോലും പറ്റത്തില്ല. അത്ര എരിവൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം പറഞ്ഞു വരുന്നത് ഗൈസ്, അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഏതൊരു കാലത്തും എവിടെ പോയാലും, നമ്മൾ വേറൊരു രാജ്യം കാണാൻ പോയാലും അവിടെ ചെന്ന് നമ്മൾ ചോറ് അന്വേഷിക്കത്തില്ല. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് അറിയാവോ? ഇവിടെ വന്ന് എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പം 2020 ജൂണിലാണ് ഞാനിവിടെ വരുന്നത്. ഡിസംബർ 29 സംതിങ് ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് കോവിഡ് പിടിച്ചു. ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ അക്കോമഡേഷനൊക്കെ തരും കേട്ടോ. അങ്ങനെ അവിടെ 10 ദിവസം ഞാൻ അവിടെ ആയിരുന്നു. ഇവിടെ സാലഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഇലകളും അതും ഇതുമൊക്കെയാണ്. ഇതൊക്കെ വെച്ച് ഞാൻ കഴിച്ച് 1 ദിവസം കഴിച്ചു, 2 ദിവസം കഴിച്ചു, 3 ദിവസം കഴിച്ചു, 4ാമത്തെ ദിവസം എനിക്ക് പറ്റുന്നേ ഇല്ല. ചോറില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ റിസപ്ഷനിലോട്ട് വിളിച്ചു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ടും നമ്മൾ ചോറ് കഴിക്കാണ്ട് നമ്മൾ ശീലിച്ചിട്ടില്ല. ഒരു മലയാളി ഫാമിലിയുടെ വീട്ടിലായിരുന്നു. അവിടെ നമ്മൾ നമ്മുടെ ഫുഡ് തന്നെ കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ആ ചോറ് മാറ്റി ശീലിച്ചില്ലായിരുന്നു ഞാൻ. അപ്പം ദിവസം ഒരു നേരം ഒരു പിടി ചോറെങ്കിലും, ഉച്ചയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ചാലും രാത്രിയിലെങ്കിൽ ഒരു പിടി ചോറ് കഴിക്കാണ്ട് കിടക്കാൻ പറ്റത്തില്ല. നമ്മുടെ വയറിനകത്തൊരു ഉരുണ്ടുകയറ്റോ എന്തൊക്കെയോ അല്ലാത്തൊരു ഫീല് നമുക്ക് വരും. ആ കോവിഡ് വന്ന സമയം 1 ദിവസം ഞാൻ സഹിച്ചു, 2 ദിവസം സഹിച്ചു, 3 ദിവസം സഹിച്ചു, 4ാമത്തെ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് പറ്റുന്നേ ഇല്ല. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു. എനിക്കൊരു നാവിനും മനസ്സിനും വയറിനും ഒന്നും ഒരു സുഖമില്ല. അവസാനം ഞാൻ റിസപ്ഷനിലോട്ട് വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാനൊരു ഇന്ത്യനാണ്, സൗത്ത് ഇന്ത്യനാണ്, എനിക്ക് എൻ്റെ ഫുഡ് വേണം, ഈ ഫുഡ് തന്നെ കഴിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആരും നമ്മളെ വരത്തില്ല കേട്ടോ, റൂമിലോട്ടൊന്നും വരത്തില്ല. നമുക്ക് തന്നെ തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്, നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം. ഇവർ 7 നേരം ഫുഡ് കഴിക്കുന്ന ആ ഫുഡ് ഇടയ്ക്കുള്ള സ്നാക്സ് എല്ലാം ഇവർ കൊണ്ടുവന്ന് ഡോറിൽ നോക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. നമ്മൾ എടുക്കാൻ ചെല്ലുന്ന സമയം കൊണ്ട് ആൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. കാരണം ആരും കോൺടാക്റ്റിൽ വരുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഒറ്റ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭ്രാന്ത് പിടിച്ചു. അതൊരു മുട്ട മുറിയാണ്. ആ ഫോട്ടോസും വീഡിയോസൊന്നും എൻ്റെ അടുത്തില്ലല്ലോ. ആ സമയത്ത് എൻ്റെ പഴയ ഫോണായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. റൂമൊക്കെ നല്ല രാജകീയമായ റൂമാണ്. അടിപൊളി ബെഡും നല്ല സൂപ്പർ ഷവറൊക്കെ എടുക്കാനായിട്ട് നല്ല ടോയ്ലറ്റും എല്ലാം ഉണ്ട്. അടിപൊളി രാജകീയമായ
ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ഭാര്യൽ എന്ന് പറയുന്ന പോലെ അത്ര വലിയ റൂം കിട്ടിയിട്ടും തത്തമ്മയെ പിടിച്ച് കൂട്ടിലിട്ട് അവസ്ഥയാണ്. അതിനകത്ത് നിന്ന് എവിടെയും പോകാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല, നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന അവർ തരുന്നെന്തോ അതും കഴിച്ചിരിക്കണം. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് ഞാൻ പുറത്തുനിന്ന് ഇത്തിരി റൈസ് എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ ഗൈഡ് ലൈൻസിലുണ്ടായിരുന്നു, വെളിയിൽ നിന്ന് ഫുഡ് അലൗഡ് അല്ല, വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല, ഇവിടെ എന്തോ തരുന്നു അത് മാത്രം നമുക്ക് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ തന്നെ. കോവിഡ് ഉള്ള ആളുകളെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ആ യൂണിറ്റിലോട്ടാണ് ഇവർ നമുക്ക് റൂം തരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ നിന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാം, റൂം നമ്പർ പറയാൻ പറഞ്ഞിട്ട് ഞാൻ റൂം നമ്പർ പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് കോൾ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇന്നും കൂടെ ക്ഷമിക്ക്, ഇന്ന് നീ തരുന്ന ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ ഷെഫിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നാളത്തെ മെനു അതല്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നാളെ ഉച്ചയ്ക്ക് റൈസും കറിയും തരാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവർ കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒന്നുകൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, യൂഷ്വലി തരുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റിയിൽ തരാമോ. അപ്പോൾ ഞാനത് കുറച്ച് ബാക്കി ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അതിനകത്ത് ചെറിയ ചെസ്റ്റ് ഫ്രീസർ ഇരിപ്പുണ്ട് റൂമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനകത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് ചൂടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവനൊക്കെ ഉണ്ട് റൂമിനകത്ത്, അവനുണ്ട്, നമുക്ക് കെറ്റിലുണ്ട്, എല്ലാം ഉണ്ടാക്കി കഴിക്കാനുള്ള സംഭവങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉണ്ട്. ശരി കുഴപ്പമില്ലാതെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് വന്നപ്പോഴത്തേന് ഒരാൾക്കുള്ള ഫുഡിന് പകരം അവർ 2 ഫുഡ് എനിക്ക് തന്നിട്ട് പോയി കേട്ടോ. എന്ത് ആർത്തിയോടെ ഞാൻ കഴിച്ചെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനത് കഴിച്ചു, മറ്റേതെടുത്ത് ഞാൻ എൻ്റെ ചെസ്റ്റ് ഫ്രീസറിൽ വെച്ചു. രാത്രിയിൽ എനിക്ക് വേണ്ട, കാരണം രാത്രിയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇത് തന്നെ ചൂടാക്കി കഴിച്ചു. ഇങ്ങനെ എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ പതിയെ മാറ്റിയെടുത്തേ. ഇപ്പം എനിക്ക് ചോറില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നിൽക്കും കേട്ടോ, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തേ. അങ്ങനത്തുള്ള ശീലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ നാളത്തെ സാഹചര്യം എന്താകും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷനിൽ പെട്ട് സർവൈവ് ചെയ്ത് തിരിച്ചു വന്ന ചില ആളുകളുടെ റിയൽ സ്റ്റോറീസ് മൂവീസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള മൂവീസൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കും അതുപോലുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വേറെ ഫുഡൊക്കെ കഴിച്ച് ശീലിക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ് കാട് കയറിയെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.